ഇത് എൻ്റെ ഇന്നലത്തെ ട്രേഡ്സാണ്. മാർച്ച് 10th 2026. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ്സ് എടുക്കാനുള്ള റീസൺസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ മുൻകൂടി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നോമിനൽ ഈൽഡ് യൂസ് ചെയ്തിട്ട് ഈ ട്രേഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, സോ ദിസ് വാസ് അവർ ഫസ്റ്റ് ട്രേഡ്. ന്യൂയോർക്ക് ഓപ്പണിൻ്റെ ടൈമിൽ മുമ്പായിട്ട് ചെറിയൊരു സ്കാൽപ്പായിരുന്നു ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊരു ലോസിലായിരുന്നു, സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം ദി സഡൻ ഫോൾ ക്ലിയർലി ക്യാച്ച് ചെയ്യാൻ പറ്റി. മാർക്കറ്റ് ടുക്ക് എ ഓപ്പോസിറ്റ് റൺ, അത് ക്ലിയർലി ക്യാച്ച് ചെയ്യാൻ പറ്റി. വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് റിസ്ക് മാത്രം എടുത്തിട്ട് നല്ലൊരു ടാർഗറ്റാണ് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം മാർക്കറ്റ് ഇത്രയും താഴാൻ പാടില്ലായിരുന്നു. ഇന്നലത്തെ ഡേ മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളൊരു പാറ്റേൺ വെച്ചിട്ട് മാർക്കറ്റ് ഇത്രയും താഴുന്നതിന് പകരം എറൗണ്ട് ഈ ഒരു ടോട്ടൽ മൂവിൻ്റെ ഒരു 50% റേഞ്ചിൽ മുകളിലോട്ട് പോകേണ്ടായിരുന്നു. ബട്ട് കുറച്ച് വെയിറ്റ് ചെയ്തപ്പം വളരെ ഡിസ്കൗണ്ടഡ് പ്രൈസ് കിട്ടി. ആ പ്രൈസ് മാക്സിമം ഹോൾഡ് ചെയ്തു. ഈ ഒരു ഫാളിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് താഴോട്ട് വന്നിട്ടുള്ള ഈ ഗ്രൈൻഡിങ് ഡൗൺ ആയത് കാരണം ഹോൾഡ് ചെയ്യാനൊരു ധൈര്യം കിട്ടി. അതിന് മറ്റൊരു SMT ഡൈവേർജൻസിനുള്ള ഒരു റീസണും കൂടി ആയപ്പം കൺഫേം ആയി ഹോൾഡ് ചെയ്യാം എന്നുള്ളതിനൊരു ധൈര്യം കിട്ടി. സോ അതാണ് ഈ ഒരു ട്രേഡ് ഇതുവരെ ഹോൾഡ് ചെയ്യാൻ ധൈര്യം കിട്ടിയത്, ദ ടോപ്പ് ഓഫ് ദ മാർക്കറ്റ്. ഇന്നലെ ആ ഒരു ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ഒരു മൊത്തം സെഷനും ഏറ്റവും താഴെന്ന് ഈ മുകളിൽ വരെ ക്യാച്ച് ചെയ്യാൻ പറ്റി. സോ ഇതാണ് എൻ്റെ MT5 ഞാൻ ട്രേഡ് എടുക്കുന്ന പ്ലാറ്റ്ഫോം. ഇതിൽ കാണാൻ പറ്റും ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ട്രേഡ് ചെയ്തായിരുന്നു. 2 പൊസിഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൈൻഡ് അപ്പ് ചെയ്ത സമയത്ത് ഞാൻ 1 പൊസിഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ താഴോട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു. ഇങ്ങനൊരു പാറ്റേൺ ആഫ്റ്റർ ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് നോട്ട് അക്സെപ്റ്റബിൾ. ഈവൻ ഈ ഒരു മൂവിൽ ഇത് ടാർഗറ്റിലോട്ട് പോവുകയാണെങ്കിൽ വേണ്ടാന്ന് കരുതി ഒഴിവാക്കിയതായിരുന്നു. ദെൻ അതിനുശേഷം മാർക്കറ്റ് ക്ലിയർലി ഡ്രാഗ് ഡൗൺ ടു ദിസ് ലിക്വിഡിറ്റി, ദിസ് റിലേറ്റീവ് ഈക്വൽ ഹൈ കണ്ടില്ലേ, ഇതിൽ ക്ലിയർലി ഡ്രാഗ് ഡൗൺ ചെയ്തു. സ്പോട്ടിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് പിൻ പോയിൻ്റ് റിവേഴ്സൽ എടുക്കുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. സോ അതിനാണ് ഇവിടുന്ന് വീണ്ടും ട്രേഡ് റീ എൻട്രി എടുത്തത്. ഈ സെയിം ടാർഗറ്റിന് എൻട്രി എടുത്തു, ഇവിടുന്ന് പൊസിഷൻ ആഡ് ചെയ്തു, ഇവിടുന്ന് ക്ലിയർലി എക്സിറ്റ് ചെയ്തു. സോ ഈ ടാർഗറ്റ് വേണമെങ്കിൽ കുറേയും കൂടി മുകളിലോട്ട് ഹോൾഡ് ചെയ്തിട്ട് ഏഷ്യ ഹൈ ടാർഗറ്റ് ചെയ്യാമായിരുന്നു. ബട്ട് ഇവിടുന്ന് ലണ്ടൻ ഓപ്പണിൽ നിന്ന് വരേണ്ട റാലി ആയിരുന്നു. ഈ മോർണിംഗ് ഏഷ്യ സെഷനിൽ ഉണ്ടാക്കിയ പാറ്റേൺ വെച്ചിട്ട് ഈ ഒരു ഫോൾ അത്രയ്ക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. സോ അത് കാരണം ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ തോന്നിയില്ല. സോ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ എക്സിറ്റ് ചെയ്തു. ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ കണ്ടില്ലേ, ഇവിടുന്ന് എക്സിറ്റ് ചെയ്തു. സോ അതിന് ശേഷം ആണ് ഇത് ബെസ്റ്റ് ട്രേഡ് കിട്ടിയത്. ഞാൻ ഈ ഒരു ടാർഗറ്റ് അടിച്ചതിന് ശേഷം ഈ ഒരു ടോട്ടൽ മൂവിൻ്റെ 50% ഒന്നും എൻട്രി എടുക്കണം എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു ഫോൾ ബ്രേക്ക് അവേ ഗ്യാപ്പും കൂടി ആയപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയതിനുകൊണ്ട് ഏറ്റവും ഡിസ്കൗണ്ട് പ്രൈസിൽ ഇത് ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഇവിടെ നിന്നാണ് എനിക്ക് എൻട്രി കിട്ടിയത്. കാണില്ലേ, ഇവിടെ നിന്നാണ് എൻട്രി കിട്ടിയത്. ആ എൻട്രി എൻ്റെ ടാർഗറ്റ് ക്ലിയർലി വലിയൊരു റാലി, ന്യൂയോർക്ക് ഓപ്പണിങ്ങിന് മുമ്പ് വലിയൊരു റാലി ആയിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ റാലി അതുപോലെ തന്നെ കിട്ടി. ഈ ഒരു എൻട്രി ഇതുവരെ വന്നതിന് ശേഷം മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു ഫുൾ റാലി തന്നു. ഏറ്റവും ടോപ്പിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റി ജസ്റ്റ് ബിഫോർ ദ ന്യൂയോർക്ക് ഓപ്പൺ. 9:30 ന്യൂയോർക്ക് ഓപ്പണിൻ്റെ ഒരു 2 minutes ഏർലിയറാണ് ചെയ്തത്. ഇതിൻ്റെ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. ന്യൂയോർക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യണം കറണ്ട് പൊസിഷൻ, അതായിരുന്നു. സോ
ഇന്നലത്തെ ഈ ഹോൾ ട്രേഡിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൈസിനെക്കാളും കൂടുതൽ ടൈമിനാണ്. കാരണം നമ്മൾ എപ്പോഴാണോ പ്രൈസിനേക്കാളും കൂടുതൽ ടൈമിന് പ്രയോറിറ്റി കൊടുത്തു തുടങ്ങുന്നത്, അപ്പോഴാണ് നമുക്ക് ട്രേഡിങ്ങിൽ ഒരു മാസീവ് ചേഞ്ചസ് കണ്ടു തുടങ്ങുന്നത്. സോ ഇതായിരുന്നു ഇന്നലത്തെ വ്യൂ. ഇവിടുന്ന് എൻട്രി എടുത്തു, ഇവിടുന്ന് എക്സിറ്റ് ചെയ്തു. സോ ഈ ഒരു വലിയ റാലി ക്യാച്ച് ചെയ്തു. ദെൻ ലണ്ടനിൽ ഈ ഒരു മോശമല്ലാത്ത ഒരു ട്രേഡും കിട്ടി. ഇനി ഈ ഒരു ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കാം. സോ വെൻ വി ഗോ ടു ദ ഡെയിലി ടൈം ഫ്രെയിം, നമുക്കിവിടെ ഒരു ഡെയിലി ഇംബാലൻസ് കാണാം. ഡെയിലി ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ പോരാ, ഇറ്റ്സ് എ ബൈ സൈഡ് ഇംബാലൻസ് ആൻഡ് സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി. ബിസി, ഇറ്റ്സ് എ ബിസി. സോ ഇവൻ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് മാർക്കറ്റ് ഈ ഒരു FVGയുടെ 50% താഴെ ക്ലോസ് ചെയ്യാൻ വല്ലാതെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സോ ഈ ഒരു FVGയുടെ താഴെയുള്ള 50% കോൺസിക്യൂട്ട് എൻകറേജ്മെൻറ്റിന് താഴെ ക്ലോസ് ചെയ്യാൻ വല്ലാതെ മടി കാണിക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് 2 ദിവസത്തെ എൻ്റെ ട്രേഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മിനിഞ്ഞാന്ന് ഇവിടുന്ന് ഹെവിലി റിജക്ഷൻ എടുത്തപ്പോൾ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഡേ ഹൈ ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. ആൻഡ് നമുക്ക് ഒബ്വിയസ്ലി കാണാൻ പറ്റുന്ന മറ്റൊരു പൂളാണ് FVG ഓൺ ദ ഹയർ സൈഡ്. ഈ 2 FVG, താഴത്ത് ബിസി, മുകളിൽ ഒരു പ്രോപ്പർ FVG. സോ ഇങ്ങനൊരു ക്ലിയർ റെസിസ്റ്റൻസ് ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി ചിന്തിക്കാവുന്ന നെക്സ്റ്റ് ഈസി ടാർഗറ്റ് എന്ന് പറയുന്നത് മുകളിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന പ്രൈസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. സോ അതായിരുന്നു ഫസ്റ്റ് എലമെൻറ്റ് നമ്മുടെ ട്രേഡിലെ ഹയർ ടൈം ഫ്രെയിം നെഗറ്റീവ് ഇതായിരുന്നു. സോ 1 hour ടൈം ഫ്രെയിം, സോ പറഞ്ഞ പോലെ ഡേ ബിഫോർ യെസ്റ്റർഡേ മാർക്കറ്റ് ഈ ഒരു ഡെയിലി FVGയുടെ 50% ബിലോ ഒന്ന് ക്ലോസ് ചെയ്യാൻ മടി കാണിച്ച് നല്ല രീതിക്ക് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് തന്നിട്ടുള്ള ഈ ഒരു റാലി 1 hourൽ നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു റാലിയുടെ സമയത്ത് പ്രൈസ് FVGസിനോട് റിയാക്ട് ചെയ്തത്. ഈ ഒരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ്, പ്രൈസ് നെവർ ഈവൻ ടേക്ക് എ ചാൻസ് ടു ഗോ ഡൗൺ ടു ദ 50% ഓഫ് ദിസ് FVG. ഈ FVGയുടെ 50% പോലും താഴ്ന്നു വരാൻ പ്രൈസ് വില്ലിങ് അല്ലായിരുന്നു, വിച്ച് മീൻസ് ഹെവി ബുള്ളിഷ്നെസ്. ഓക്കെ, നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കരുതുന്നു, അതിൽ 10 times മോർ ഇമ്പോർട്ടൻസ് ആണ് എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്സും. ഓക്കെ, സോ ഫെയർ വാല്യൂ ഗ്യാപ്സ് നമുക്ക് എൻഡ് എടുക്കാനുള്ളൊരു സെറ്റപ്പ് മാത്രമല്ല, മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടൂളാണ് ശരിക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമ്മൾ ആ രീതിയിൽ അതിനെ ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. അതിന് ശേഷം മാത്രമേ എൻഡ് എടുക്കാനുള്ളൊരു സെറ്റപ്പായിട്ട് അതിനെ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. സോ ഇതിന് പുറമെ നമുക്ക് എന്ത് വന്നു, ഇന്നൊരു ഡെയിലി ഓപ്പണിംഗ് ഗ്യാപ്പ് വന്നു. സോ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, കണ്ടില്ലേ? ഈ ഒരു ഗ്യാപ്പ് ഇന്നലത്തെ ക്ലോസ് താഴെ ആയിരുന്നല്ലേ. സോ പ്രൈസ് ഈ ഒരു ഹവർലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% പോലും താഴോട്ട് വരാത്തത് ശരിവെക്കുന്ന രീതിയിൽ രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വിത്ത് ഗ്യാപ്പ്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലുള്ള ഈ ഒരു ടച്ച് മതി. ഈ ഒരു ഗ്യാപ്പും കൂടി ഇവിടെ കാണുമ്പോൾ മാർക്കറ്റിന് വീണ്ടും ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലാതെ നമുക്ക് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് മതി. ഓക്കെ, അതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ളത് ഏഷ്യ സെഷൻ്റെ ഒരു പ്യുവർ സ്ട്രെങ്ത് ആയിരുന്നു. ആ സ്ട്രെങ്ത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് വന്നു. സോ അടുത്തത്
നമുക്ക് ഇവിടെ ഹവർലിയിൽ തന്നെ മറ്റൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ശരിക്കും നമ്മുടെ ലണ്ടൻ ടൈമിലുള്ള ഈ ഒരു എൻട്രി എടുക്കാൻ മെയിൻലി സഹായിച്ചത്. കാരണം ശ്രദ്ധിക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺ, തൊട്ട് മുമ്പത്തെ 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour ക്യാൻഡിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടച്ച് ചെയ്ത ഉടനെ തന്നെ വിത്തിൻ ദാറ്റ് സിംഗിൾ 1 hour അടുത്ത 1 hour ക്യാൻഡിലിന് വെയിറ്റ് ചെയ്തില്ല. ആ 1 hour ക്യാൻഡിൽ തന്നെ റിയാക്ഷൻ എടുത്ത് മുകളിലോട്ട് പോവുക ചെയ്തത്. സോ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള സെഷനാണ് ഏഷ്യ സെഷൻ. അതായത് മിനിഞ്ഞാന്നത്തെ ന്യൂയോർക്ക് സെഷൻ്റെ ലഞ്ച് അവറായിരുന്നു ഇത്. അതിനുശേഷം മാർക്കറ്റ് ഏഷ്യ ബിഫോർ മോർണിംഗ് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ ഒരു റിയാക്ഷൻ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏഷ്യ സെഷൻ മൊത്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വീണ്ടും വന്നു. സോ ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റ് ഇതുപോലൊരു ഫാൾ വരികയും ആ ഫോളിൻ്റെ മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ്മെൻറ്റ് ബുള്ളിഷ് ആയത് കാരണം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ താഴ്ന്ന മാർക്കറ്റ് റിയാക്ട് തിരിച്ച് മുകളിലോട്ട് കയറി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ടാർഗറ്റ് എന്ന് പറയുന്നത് മുകളിലോട്ട് വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മാർക്കറ്റിൻ്റെ ബിഹേവിയർ കാരണം ആ ഒരു ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് ലിക്വിഡിറ്റി തന്നെ എക്സിറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ന്യൂയോർക്ക് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള രണ്ടാമത്തെ വലിയ ട്രേഡ്. ആ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ടോട്ടൽ മൂവ്മെൻറ്റിൻ്റെ ഒരു 50% എൻട്രി എടുക്കണം എന്നായിരുന്നു കരുതി. അതിന് റീസണും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഒരു 50% ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എൻട്രി എടുക്കണം എന്നായിരുന്നു കരുതിയിട്ടായിരുന്നു. ബട്ട് ഓൺ ദ ഗോയിങ് ഡൗൺ നമുക്കൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഒരു BCB തന്നു, സെൽ സൈഡ് ഇംബാലൻസ് ആൻഡ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി. സോ അത് കാരണം എൻട്രി എടുക്കാതെ കുറച്ചും കൂടി ഹോൾഡ് ചെയ്യാമെന്ന് കരുതി. ആ ഹോൾഡ് ചെയ്തത് നമുക്ക് ക്ലിയർലി പ്രീവിയസ്ലി മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് കാണിച്ചിട്ടുള്ള ഈ ഒരു 1 hour ക്യാൻഡിലിൻ്റെ താഴെയായിരുന്നു. സെയിം സിനാരിയോ പാറ്റേൺ, പ്രൈസ് പാറ്റേൺ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സെയിം. സോ ആ ഏറ്റവും താഴെ ക്യാൻഡിൽ നിന്നും ഐ കൺസിഡർഡ് ദിസ് ആസ് ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് കാണാം, അല്ലെങ്കിൽ 1 മിനിറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കാണാം. ഞാൻ ഓർഡർ ബ്ലോക്കിനെ അധികമായിട്ട് എൻകറേജ് ചെയ്യാത്ത ഒരാളാണ്. ഐ ഡോണ്ട് ലുക്ക് ഇറ്റ് മെനി ടൈംസ്. ഓൺലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാറ്. പിന്നെ വോളിയം ബാലൻസ്. സോ കറക്റ്റ്ലി ഇവിടുന്ന് എൻട്രി എടുത്തു. ഞാൻ ഡയറക്റ്റ് പാസേജ് ആയിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നലെ 10 o'clock ന്യൂ ഹോം ഡാറ്റ റിലീസ് ചെയ്യാനുള്ളത് കാരണം മാർക്കറ്റിലൊരു വോളറ്റാലിറ്റി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് മുന്നോട്ട് വെച്ചില്ല, SL മുന്നോട്ട് കയറ്റി വെച്ചില്ല. SL എക്സാക്ട്ലി ബ്രേക്ക് ഇവനിലോട്ട് വെച്ചിട്ട് മൊത്തം ഹോൾഡ് ചെയ്യാനൊക്കെ കരുതി. കാരണം ഇന്നലത്തെ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ മുകളിലുള്ള ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ബിഗിനിങ് ഓർ 50% ആയിരുന്നു. ഓക്കെ, അത് കാരണമാണ് ഞാൻ വലിയ ടാർഗറ്റ് ആയതുകൊണ്ട് കറക്റ്റ് ഏറ്റവും താഴെ നിന്ന് എൻട്രി കിട്ടിയെന്ന് തീർച്ചയായിട്ടും ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസിനെ മുന്നോട്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോയില്ല, ട്രയൽ ചെയ്തില്ല. ഓക്കെ, അങ്ങനെ ഹോൾഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഒരു ട്രേഡ് മൊത്തം എനിക്ക് കിട്ടി, ഏറ്റവും ടോപ്പിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റി. സോ നമ്മൾ 5 മിനിറ്റിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് പ്രൈസ് മാത്രം കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ബോൺസ് ആണ് തന്നിട്ടുള്ളത്. നോമിനൽ ഈൽഡാണ് ഈ ട്രേഡ്സിനൊക്കെ ഉള്ള കൺഫർമേഷൻ തന്നിട്ടുള്ളത്. ഐ വിൽ ഷോ യു ദാറ്റ്. സോ 5 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെയാണ് ഇന്നലെ ന്യൂയോർക്ക് ഈവനിങ് സെഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹവർലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ടോപ്പ് സൈഡ് തട്ടിയിട്ട് മാർക്കറ്റ് മുകളിലോട്ടൊരു ബുള്ളിഷ് വേവ് തന്നിട്ടുള്ളത്. ആ ഒരു ബുള്ളിഷ് വേവിനെ കണ്ടിന്യൂഷനാണ് ബാക്കി മൊത്തം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഏഷ്യ സെഷൻ്റെ ഹൈ ഇതായിരുന്നു. ഏഷ്യ സെഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ബുള്ളിഷ്നെസ്സിൻ്റെ എത്രത്തോളം റീസണബിൾ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ബുള്ളിഷ്നെസ് സ്ട്രോങ് ആണോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓരോ സെഷൻ കഴിയുന്ന സമയത്തും നമുക്ക് ആ ഒരു ബുള്ളിഷ്നെസ് വാലിഡേറ്റഡ് ആണോ അല്ലെങ്കിൽ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിന് യൂസ് ചെയ്യാം. സോ ലുക്ക്,
5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഞാൻ കാണിച്ചിരുന്നത്. 5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു മൊമെൻറ്റിൻ്റെ 50% താഴോട്ട് പ്രൈസ് വന്നില്ല. ഓക്കെ, നെക്സ്റ്റ് 5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് 50% താഴോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തില്ല. അതിൻ്റെ ശേഷമുള്ള നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് 50% താഴോട്ട് പ്രൈസ് വന്നില്ല. അവസാനമാണ് ബ്രേക്ക് ചെയ്തത്. ഓക്കെ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് പ്രോബബിലി വരാൻ സാധ്യത ഇവിടേക്കാണ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക്. എക്സാക്ട്ലി ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നാണ് നമുക്ക് ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് നമുക്ക് അടുത്ത കിട്ടിയിട്ടുള്ള ഒരു റെഫറൻസ് പോയിന്റ് എന്താണ്? ഇതാ വെരി നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈച്ച് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു മൊത്തം ബുള്ളിഷ് മൂവ്മെൻറ്റ്, ഈ ഒരു ടോട്ടൽ ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡിൻ്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു മൊത്തം ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് പ്രൈസ് എങ്ങനെയാണോ റിയാക്ട് ചെയ്തത്, ഈ റിയാക്ഷൻ്റെ ഒരു പാർട്ടായിരിക്കും നെക്സ്റ്റ് വേവ് എന്ന് പറയുന്നത്. എല്ലിയോട്ട് തിയറി പഠിച്ചവർക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രൈസ് ഒരിക്കലും 50% ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% താഴെ ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. സെയിം സിനാരിയോ ആണ് അവിടെ, സെയിം സിനാരിയോ ആണ് അവിടെ. പിന്നെ അത് ബ്രേക്കായി. ഓക്കെ, സോ ആ സെയിം ഐഡിയയിൽ ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% എടുക്കണം എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് നല്ലൊരു ഫേസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവിടെ ബ്രേക്ക് അവേ ഗ്യാപ്പ് 1 മിനിറ്റിലുണ്ടായിരുന്നു. സോ അതൊന്ന് ഹോൾഡ് ചെയ്യാൻ കരുതി. അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ സിനാരി. സോ മാർക്കറ്റിന് പിന്നെ ഉണ്ടായിരുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പായിരുന്നു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് കാണാം പ്രൈസ് ഡയറക്റ്റ്ലി വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു 50% താഴെ. ഇൻസ്റ്റൻ്റ്ലി റിയാക്ട് ചെയ്തു മുകളിലോട്ട്. റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ റിയാക്ഷൻ അല്ല, ഇറ്റ്സ് എ സ്ട്രോങ് റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ കൂടെ തന്നെയാണ് ഇവിടുന്ന് ട്രേഡ് എടുത്തത്. ആ ഒരു ട്രേഡിനെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇവിടെ വരെ കിട്ടുകയും ചെയ്തു. എനിക്ക് ഹോൾഡ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സിനാരിയോ കണ്ടിന്യൂസ്ലി ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതിൻ്റെ 50% താഴെ പ്രൈസ് വന്നില്ല. എനിക്ക് കണ്ടിന്യൂവേഷൻ എടുക്കായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് ഷുവർ, കാരണം ഇന്ന് ന്യൂസ് ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച് എക്കണോമിക്കൽ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം റിസ്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഇതിൽ എക്സിറ്റ് ചെയ്തു. സോ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും പല പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നോക്കി. കാണിച്ചു തരാം. ഈച്ച് ടൈം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പ്രൈസ് എത്ര ഡിഫിക്കൽട്ട് ഫേസ് ചെയ്തിട്ടാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യുന്നത് താഴോട്ടുള്ള. അതും 50% താഴെ ക്ലോസ് ഈച്ച് ടൈം ക്ലോസ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ പുഷപ്പ് വരും. കാരണം സെല്ലേഴ്സിനെക്കാളും കൂടുതൽ ബയേഴ്സാണ് ഇൻ കൺട്രോൾ. അത് ക്ലിയർലി നമുക്ക് മനസ്സിലാക്കാം ഈ ഓരോ വേവിൽ നിന്ന്. ഫസ്റ്റത്തെ ഈ ഒരു മൊത്തം ഏരിയ ഒന്ന് മനസ്സിലാക്കാം, ഈ രണ്ടാമത്തെ ഈ ഏരിയ നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർലി റെഫറൻസ് പോയിന്റ് അതാണ്. ബട്ട് ഇറ്റ് ഡസൻ മീൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇത്ര സപ്പോർട്ടാണെന്ന് കരുതിയിട്ട് മാർക്കറ്റ് താഴോട്ട് പോകില്ല എന്നല്ല പറയുന്നത്. ഹൂ ഈസ് ഇൻ കൺട്രോൾ? മാർക്കറ്റ് എത്ര താഴ്ന്നാലും ആരാണ് നിലവിൽ കൺട്രോളിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ആ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഇതിലേക്ക് വന്നു. അന്നേരം ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വീണ്ടും ഇത് തന്നെയായിരുന്നു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് കുറച്ചധികം റീസൺസ് ഉണ്ട്. റീസൺസ് എന്ന് പറയുന്നത് ഈ മോർണിംഗിലുള്ള ഈ ഒരു മൊത്തം മൂവ്മെൻറ്റിൻ്റെ എക്സാക്ട് 50% ആണ്. അത് ഷോ ദാറ്റ് സി നിങ്ങൾക്ക് മനസ്സിലായില്ല. എക്സാക്ട് 50% ആണത്. നമ്മളെല്ലാവരും പഠിച്ച പോലെ തന്നെ പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ. സോ ഈ ഒരു 50%ൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരെണ്ണമാണ് ഇത്. സോ അതിൽ നിന്ന് തന്നെ എൻട്രി എടുക്കാൻ പറ്റി. കാരണം മാർക്കറ്റ് ഓൾറെഡി ഹാവ് ഡൺ ഇറ്റ്സ് ഡൗൺ സൈഡിലേക്കുള്ള 2 സ്വിങ് തന്നു കഴിഞ്ഞു. വീണ്ടും ഇത്രയും വരേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഹവർലിൻ്റെ 50% മുകളിലോട്ട് ഒരു ഹെവി റാലി ആയിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത്. സിൻസ് ഐ സെഡ് ന്യൂസ് ഉണ്ടെന്ന് ഹോം റിപ്പോർട്ട്സ് പുറത്തു വിടാനുണ്ട്, ഹോം സെയിൽസ് റിപ്പോർട്ട്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൺഫേംഡ് അല്ലാതെ ഒരു ട്രേഡ് എടുക്കാതിരുന്നത്. സോ വെയിറ്റ് ചെയ്തപ്പോൾ പ്രൈസ് ക്ലിയർലി ഡ്രാഗ് ഡൗൺ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന ഉടനെ തന്നെ ഞാൻ എൻട്രി എടുത്തു. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ എൻട്രി എടുത്തു. ആ എൻട്രി കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്തു. ഏറ്റവും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്ന
മുകളിലുണ്ടായിരുന്ന ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണമെന്നായിരുന്നു കരുതി. ബട്ട് പ്രൈസ് ആക്ഷൻ കണ്ടപ്പം ആൻഡ് ടൈം മാർക്കറ്റ് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സെഷനിൽ റീച്ച് ചെയ്യണം തന്നെയായിരുന്നു ടാർഗറ്റ്. സോ ഇവിടെ എത്തുന്ന സമയത്ത് ഏകദേശം ന്യൂയോർക്ക് ടൈമിൽ 9:20 ആയിരുന്നുണ്ട്, 20-25 ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ ഒരു 5 മിനിറ്റും കൂടി ഹോൾഡ് ചെയ്യാമെന്ന് കരുതി എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം 30 ആയി കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡിൽ വ്യത്യാസം വരുമെന്ന് ഷുവർ ആയിരുന്നു, കാരണം ന്യൂസ് ഉള്ളത് കാരണം. 10 o'clock ന്യൂസ് ഉണ്ട്. സോ 9:27 ന്യൂയോർക്ക് ടൈം 1 മിനിറ്റിൽ കാണിച്ചു തരാം. ന്യൂയോർക്ക് ടൈം 9:28 എക്സാക്ട്ലി ആ ക്യാൻഡിൽ ഡൗൺ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോഴായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടുതലൊരു 5 പോയിൻ്റ് ഓർ 2 or 3 പിപ്സ് ടാർഗറ്റിന് വേണ്ടിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ലാഭം കളയാൻ റെഡിയല്ലായിരുന്നു. സോ എക്സാക്ട്ലി ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതായിരുന്നു എൻട്രി പെർഫെക്റ്റ്ലി. ഇതായിരുന്നു എൻട്രി. ഇവിടുന്ന് എൻട്രി എടുത്തു, മൊത്തം ഹോൾഡ് ചെയ്തു, ഈ ഒരു നോയ്സ് മൊത്തം ഹോൾഡ് ചെയ്തു. എക്സാക്ട്ലി ഈ സെക്കൻഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ ആയിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് വാസ് ഇറ്റ്. ഇനി ഈ ട്രേഡിന് റീസൺ ആയിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഈ എൻട്രിക്ക് എല്ലാം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇംബാലൻസ്, വാട്ടർ ബ്ലോക്ക്, മാർക്കറ്റ് സ്ട്രക്ചർ, ഷിഫ്റ്റുകൾ, കാര്യങ്ങൾ ഇതെല്ലാം ഒരു പരിധി വരെ നമുക്കിത് സഹായിക്കും. മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് ഏത് ഡയറക്ഷനിലേക്കാണ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. ബട്ട് ആ ട്രേഡ് കൺഫർമേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? നോമിനൽ ഈൽഡിൽ നിന്നാണ്. ഫസ്റ്റ് ട്രേഡിൻ്റെ കാര്യം എടുക്കാം. സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ട്രേഡ്. ഈ ഒരു മൊമെൻറ്റ് സിൻസ് നോമിനൽ ഈൽഡ് ക്ലിയർലി താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നോമിനലി ഈസ് കൺസിസ്റ്റൻ്റ്ലി ഗോയിങ് ഡൗൺ, ബട്ട് ഗോൾഡ് മുകളിലോട്ട് പോകുന്നില്ല, താഴോട്ട് വീഴുന്നുമില്ല. സോ സിൻസ് ഞാൻ കരുതി ഈ ഒരു സ്മോൾ സ്കാൽപ്പിന് സാധ്യതയുണ്ട്. നോമിനലിയുടെ സ്ലോലി താഴോട്ട് ഗ്രൈൻഡ് ഡൗൺ ചെയ്യുന്നു. സോ ഈ ഒരു സ്കാൽപ്പ് ചെയ്യാമെന്ന് കരുതി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നോമിനലിയുടെ ചെറുങ്ങനെ ഒന്ന് റൈസായി മാർക്കറ്റ് ഫാൾ വന്നു. ഈ ചെറിയൊരു റൈസിന് വലിയൊരു ഫാൾ വന്നു. ദാറ്റ് ഈസ് ഇംപ്രോപ്പർ, ക്ലിയർലി ഇംപ്രോപ്പർ. സോ എക്സാക്ട്ലി ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ട്രേഡ് എടുത്തു. ഈ ട്രേഡ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% താഴെ ക്ലോസ് ചെയ്തെന്ന് കരുതി എടുത്തതല്ല. അതിന് മറ്റൊരു റീസൺ ഉണ്ട്. 50% താഴെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നോമിനലിൻ്റെ ഹെവിലി ഒന്ന് ഫാൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെമ്പ് കണ്ടില്ല താഴോട്ടുള്ളത്, ഈ ഒരു സ്ട്രോങ്. കാരണം ഇതുവരെയുള്ള മൊത്തം നോമിനേറ്റിൻ്റെ മൊമെൻറ്റും കണ്ടാൽ മനസ്സിലാവും, അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബിയറിഷ് ക്യാൻഡിൽ വന്നിട്ടുള്ള ഇവിടെയാണ്. എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിൽ ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. മൂന്നാമത്തെ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോഴാണ് നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തുടങ്ങി. സോ നോമിനലിയുടെ താഴോട്ട് വീണതിനും നമ്മൾ ഇതുവരെയുള്ള പ്രൈസ് സ്ട്രക്ചറിനും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഈ എൻട്രി കിട്ടി. നോമിനലിറ്റി ക്ലിയർലി ഡ്രാഗ് ഡൗൺ ചെയ്തു. പ്രൈസ് നല്ലൊരു ഏരിയയിൽ വന്നിട്ട് 50% താഴെ ക്ലോസ് ചെയ്യാൻ മടിയുള്ള പ്രൈസ് FVGയുടെ 50% അവിടെ വന്നിട്ട് തന്നെ നല്ല റിയാക്ഷൻ തന്നു. അത് എടുക്കുന്നതിലൊരു തെറ്റുമില്ല. സോ ആ ട്രേഡ് ക്ലിയർലി എടുത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ദെൻ നമ്മുടെ ഈ ട്രേഡ് നമ്മുടെ ഈ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി സഹായിച്ചത് നോമിനൽ ഈൽഡ് തന്നെയാണ്. കാരണം നോമിനൽ ഈൽഡ് കണ്ടിന്യൂസ്ലി മുകളിലോട്ട് പോയി നോമിനൽ ഈൽഡ് ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് ഗോൾഡ് ക്ലിയർലി ഒരുപാട് റെസിസ്റ്റൻസ് എടുത്തു. എൻറ്റയർ മൊമെൻറ്റ് നമുക്ക് ബുള്ളിഷാണ്. നമ്മളിതിനെ ബിയറിഷായി കാണേണ്ട യാതൊരു സാഹചര്യമില്ല. കാരണം നോമിനൽ ഗ്രൈൻഡ് അപ്പ് ചെയ്യാണ്, നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലൊന്നും കാണുന്നില്ല. സോ നോമിനൽ ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു റിജക്ഷൻ കണ്ടപ്പം, ഐ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് ഈ ഒരു ഏഷ്യ സ്ട്രോങ് ബുള്ളിഷ് വേവിൻ്റെ 50% എത്തിയ സമയത്തും ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തിയ സമയത്തും എക്സാക്ട്ലി ഇതൊരു ക്ലിയർ നോമിനേറ്റിൻ്റെ ഒരു പ്യുവർ ഫാളായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഏറ്റവും താഴ്ന്ന് എൻട്രി എടുക്കാൻ പറ്റിയത്. ബട്ട്
അതിനുശേഷം നോമിനൽ yield ക്ലിയർലി ഒന്ന് പൊന്തി. പക്ഷേ നോമിനൽ yieldൻ്റെ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വീണ്ടും ഹയർ ഹൈ ആണ് ബ്രേക്ക് ചെയ്തത്. ഈ ഒരു നോമിനൽ വീണ്ടും ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ബട്ട് ഗോൾഡിൻ്റെ സ്ട്രക്ചർ ഇതായിരുന്നു ബ്രേക്ക് ചെയ്ത് ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നത്, വിച്ച് മീൻസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കണമായിരുന്നു. ബട്ട് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു റെസിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഗോൾഡ് വാസ് നോവെയർ നിയർ ടു ദ ഡൗൺ സൈഡ്. ഗോൾഡ് ക്ലിയർലി ബുള്ളിഷാണ്, ഇത്രയും പെർസെൻറ്റേജ് മുകളിലായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യേണ്ട, ഹോൾഡ് ചെയ്യാമെന്ന് കരുതി. അതിന് ശേഷം തന്നെ നോമിനൽ ക്ലിയർലി ഫാൾ വന്നു. ആ ഒരു ഫാൾഡിൻ്റെ 3 ടൈംസ് സ്ട്രെങ്ത്തിലാണ് ഗോൾഡ് മുകളിലോട്ട് പോയത്, വിച്ച് എൻറ്റയർലി ഇൻ ടൈം. ന്യൂയോർക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത മൊത്തം മൊമെൻറ്റും തന്നു. അതിനുശേഷം മാർക്കറ്റ് ചെറിയൊരു ന്യൂയോർക്ക് ഓപ്പൺ ചെയ്തു, ചെറിയൊരു കണ്ടിന്യൂഷൻ തന്നു. ബട്ട് ആ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമിനൽ yield താഴോട്ട് പോകുമ്പോഴാണ് ഗോൾഡ് മുകളിലോട്ട് പോകേണ്ടത്. ബട്ട് ഗോൾഡ് നോമിനൽ ഇത്തിരി താഴോട്ട് പോയപ്പോൾ തന്നെ ഇത്രയും മുകളിലോട്ട് മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം നോമിനൽ yield പിന്നെ താഴോട്ട് പോകുന്നില്ല. ഇതിന് ശേഷം ട്രേഡ് എടുത്തില്ല. നമുക്ക് ഇന്ത്യയിൽ അത് 12 മണിയൊക്കെ ആവും ഈ ഒരു സെഷൻ ആകുമ്പോഴേക്ക്, ഈവനിങ് ന്യൂയോർക്ക് ലഞ്ച് ടൈം ആകുമ്പോഴേക്ക്. സോ ട്രേഡ് എടുത്തില്ല. ബട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യൂ പറഞ്ഞുതരാം. നോമിനൽ yield ഗോൾഡ് ഇത്രയും ബുള്ളിഷ്നെസ് തന്നു. ബട്ട് വാട്ട് ഡിഡ് നോമിനൽ yield? നോമിനൽ yield വാസ് ക്ലിയർലി കൺസോളിഡേറ്റിംഗ്. ചെറിയൊരു റേഞ്ചിൻ്റെ ഉള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യായിരുന്നു. കാരണം ഗോൾഡ് മുകളിലോട്ട് പോയെന്ന് കരുതിയിട്ട് നോമിനൽ yield താഴോട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഇൻവേർട്ടഡ് റിലേഷൻഷിപ്പിലാണെന്ന് ഞാൻ പറഞ്ഞു, താഴോട്ട് പോകുന്നില്ല. സോ അതിന് ശേഷം തന്നെയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, നോമിനൽ yield മുകളിലോട്ട് ഗ്രൈൻഡ് ചെയ്തു, ഗ്യാപ്പ് വന്നു, മുകളിലോട്ട് ജമ്പ് ചെയ്തു. എക്സാക്ട്ലി അതിനുശേഷം ഗോൾഡ് എന്ത് ചെയ്തു, ഇതിന് ഓപ്പോസിറ്റായിട്ട് നല്ലൊരു ഫാളും തന്നു. ഇതിലേക്ക് നമ്മൾ ഡോളർ ഇൻഡെക്സിൻ്റെ പ്രൈസ് പാറ്റേണും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രേഡൊക്കെ നമുക്ക് ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതായിരുന്നു ഇന്നലത്തെ മൊത്തം ട്രേഡിൻ്റെ വ്യൂ. ഈ അവസാനത്തെ ഈ ഒരു ട്രേഡ് ഉറങ്ങിപ്പോയി, എടുക്കാൻ പറ്റിയില്ല, നട്ടപ്പാതിരായിട്ടുണ്ടായിരുന്നു. സോ ആ ട്രേഡ് എടുത്തില്ല. സോ ഹാപ്പി ട്രേഡിങ് ഗൈസ്.